പൊളിച്ച് കളറായിട്ടുണ്ട്. ഞാനെങ്കിലും ഉണ്ടാവുള്ളൂ. ഉണ്ടാവുള്ളൂ, ഞാനാണല്ലോ ചെയ്തത്. അതെ. ആടുത്ത് സദ്യ അറിയിപ്പിച്ചേ അതെന്റെ അടുത്ത്. അത് കറക്റ്റ് സമയം ഇവിടെ എത്തിയിരിക്കുമല്ലോ. എത്തിയിരിക്കും. അവത്തൊന്നും കാണിക്കല്ലേ? ഇല്ല. പരിപ്പ് പായസം, പിന്നെ വേറെ പാലട എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം കൊണ്ടുവരും. നീ ചുമ്മാ 3 കൂട്ടമാണ് പറഞ്ഞു കേട്ടോ, അവസാനം ചുമ്മാ പറയില്ലേ? വിളിച്ചു ചോദിക്കണോ? വിളിച്ചു ചോദിച്ചാ ഡീല്. പിന്നെ അകത്തെ മണ്ഡപം നീയല്ലായിരുന്നു? സെറ്റാ, കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. താങ്ക് യു. അകത്തെ പൂവിന്റെ എണ്ണം കുറച്ചേലും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ശരിയാക്കാം. ശരി. ആരും വരണില്ലേ? എവിടെയാലും പേരിക്കണം. മണ്ഡപം സെറ്റ്. ഓക്കെ. ഇങ്ങനെ ആർച്ചിടാൻ പറഞ്ഞല്ലേ? എന്തായത്? ഇതാരത്? ഒളിച്ചല്ലാടെ മാറുവേ. എന്തേടേ ഇത്? டே கேசு என்ன கொஞ்சம் பாரு எப்படி இருக்கு? நல்லா இருக்கு. എവിടെ ബാക്കിയുള്ള അപ്പൂപ്പ ശങ്കരപ്പൂപ്പ? എടി ഭവാനി, നീ തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് സമ്മതിച്ച്. അത് എപ്പോഴും പറയാ എന്തിനിരിക്കണേ? അത് ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി. ഞാൻ ചോദിക്കട്ടെ, ഇത്ര പെട്ടെന്ന് നമുക്കൊരു മോതിര കല്യാണം നടത്താൻ എന്താണ് അതിൻ്റെ ആവശ്യം തോന്നുന്നു? മോതിര കല്യാണം നടന്നെങ്കിലേ ചെറിയ ഹാളും കൂടെ വലിയ ഹാളൊക്കെ വേണം. അതെ, കല്യാണം നടത്തുമ്പം ഞാൻ കേരളത്തിലെ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കോളാം. ഭവാനിയെ കൂടുതൽ അഹങ്കരിക്കരുത്, അവസാനം കരയേണ്ടി വരും. നല്ല രസമുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അത് പറയാൻ വേണ്ടി ആയിരിക്കുമല്ലോ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ എങ്ങനെ ഉണ്ടടാ? കൊള്ളാം. എത്ര നേരമായി ഒരുങ്ങാൻ കയറിയിട്ട്? അമ്മമ്മയും കുറെ നേരം എടുത്തല്ല ഒരുങ്ങാൻ. പക്ഷെ സുന്ദരിയായിട്ടുണ്ട്. അതെങ്ങനെയല്ലേ വരൂ, പ്രായം കൂടുന്തോറും അമ്മ ചെറുപ്പായിക്കൊണ്ടിരിക്കുക. അമ്മുമ്മ, എന്റെ കൊച്ചിന്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കല്ലൂനെയും കൊണ്ട് ഞാൻ എപ്പോഴേ കുഴിപ്പുറത്തേക്ക് പോയേനെ. എന്നിട്ട് എന്താ പോയത്? ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നടത്തും. ഒറ്റയ്ക്ക് തന്നെയാ നടത്തുന്നത്. ഭവാനി, കൂടുതൽ അഹങ്കാരം കാണിക്കരുത്, അവസാനം ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ. அம்மா, என்னம்மா இது இப்படி எல்லாம் பேசுறீங்க? இன்னைக்கு நல்ல நாள் தானே, கொஞ்சம் சந்தோஷமா இருக்க கூடாதா? ഇങ്ങനെ പേശി പേശി ശീലിച്ചു പോയി. കറക്റ്റ്, ഞാൻ അത് പറയാൻ വരുമായിരുന്നു. ഗൗരി, ലച്ചു, അപ്പൂപ്പ, നമുക്ക് അങ്ങോട്ടും എങ്ങോട്ടെങ്കിലും പോയാലോ? അവര് എണ്ണ നോക്കാൻ പോകാം. അത് തന്നെ, ആള് വരും. ശിവയുടെ ഒരുക്കം എന്തായി? പോയി നോക്ക്. പോയി നോക്ക്. കനകം, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുക? ശിവ എന്തിയെന്ന് പോയി നോക്ക്. പോറേമ്മ. ചെറുക്കനെയും കൂട്ടുകാരെയും വിളിയടാ. ഞാൻ തന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കണം. അവര് വന്നോണ്ടിരിക്കല്ലേ? വരും. എപ്പോ വരും? ഇപ്പൊ വരുമെന്ന്. ചേട്ടാ, ഞാനേ ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. അപ്പൂപ്പനെ അപ്പൂപ്പൻ വന്നേ. ജംഗ്ഷനില്ല. അയ്യോ വേണ്ട, തിരിച്ച് വീട്ടിൽ പോവാം. അപ്പൂപ്പ എവിടെയെങ്കിലും ഒന്ന് നിൽക്കോ? ഞാൻ ഹിർവാന്തലേ അപ്പൂപ്പ. ഏത് പയ്യൻ? ഏതാ ഏത് പയ്യന്ന്? ഇത് നമ്മുടെ ഗൗരി അമ്മയില്ലേ, അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ചേച്ചിയൊക്കെ അവള് ബാംഗ്ലൂർ പോയടാ, നമുക്കൊരു എക്സാം എഴുതുന്നുണ്ട്. എക്സാമാ? അയ്യോ, കഷ്ടമായി പോയില്ലോ. ശരി, അപ്പൊ മുഹൂർത്തപ്പോഴാ? എന്റെ അടുത്ത് വെച്ച് എനിക്കങ്ങനെ അറിയാം. എപ്പോഴായിരുന്നു? 11:30 11:30 മാറ്റി വെക്കണോ? വേണ്ടേ? വേണ്ട. ചെല്ലി പെട്ടെന്ന് വട്ടം കൂടിയിരിക്കുന്ന നല്ലവന്മാരെ, നിന്നോടൊക്കെ ബാക്കി പൂട്ടാൻ പറഞ്ഞാടാ. പോയി കെട്ടറാ. എവനെയൊക്കെ കൊണ്ട് എങ്ങനെയാണോ എന്തോ ആൾക്കാരും വന്ന്. ഹായ്. ഇതൊക്കെ ആരാടാ? ഇത് നമ്മുടെ ഡേ കെയറിൽ വരുന്ന കുട്ടി. ആ കുട്ടിയുടെ അമ്മയാണിത്. കുട്ടിയുടെ
അച്ഛനെവിടെ? അങ്ങനെ കൊണ്ടുവന്ന വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? കറക്റ്റ് ആണ്. അതെ, അകത്തിട്ട് കേട്ടോ, സദ്യ കഴിച്ചിട്ടേ പോവേ. കേശു ഡേ കെയർ തുടങ്ങുന്നില്ലേ? ഡേ കെയർ നമുക്ക് തീരുമാനമാക്കാം, സദ്യ കഴിച്ചിട്ട് നമുക്ക് തീരുമാനമാക്കാം. ഓക്കെ, ചെൽ. പിന്നെ നമ്മുടെ ഗൗരി ടീച്ചറും ലച്ചു ടീച്ചറും മീര ടീച്ചറൊക്കെ എന്ത്? എല്ലാ ടീച്ചർമാരും അകത്തുണ്ട്. ചെല്ല് കേട്ടാ. മക്കളെ സദ്യ കഴിക്കണടാ. പിന്നെ സംശയം ഉണ്ടോ? അതൊരിക്കണം. ആര്? അമ്മൂമ്മയുടെ ബന്ധു. ആ കറക്റ്റ് പറഞ്ഞ അമ്മൂമ്മ അടുത്ത് തന്നെ ചോദിക്കണ്ടേ.